ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. നിങ്ങൾക്കറിയാം, വ്യവസായിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ ഡി മണിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള അന്വേഷണം തുടങ്ങിയത്. ഡി മണിയുടെ സഹായികളായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ ഇവരോടൊക്കെ തന്നെ ഹാജരാക്കാൻ SIT പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ വരികയാണ്. SIT ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ഷെഫീദ് റാവുത്തറും ഹൈക്കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ വരുന്ന പശ്ചാത്തലത്തിൽ വിവരങ്ങൾ നൽകാൻ വിപിൻ സി വിജയനും കൊച്ചിയിൽ നിന്ന് ചേരും. ആദ്യം ഷെഫീദിലേക്ക്. ഷെഫീദ് റാവുത്തർ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇതിനകത്ത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയും ഒരു വിഗ്രഹ മോഷണ സംഘത്തിന്റെ അവസാനത്തെ കണ്ണിയായിട്ട് ഈ നമ്മുടെ ഈ ദിണ്ടിഗലിലെ മണി ഉണ്ടായിരുന്നു എന്ന് വന്നാൽ നമ്മുടെ മാനം പോകും. ഷെഫീദെ, ഗുഡ് മോർണിംഗ്. ഉറപ്പായിട്ടും കേരളത്തെ സംബന്ധിച്ചത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറുകയും ചെയ്യും. കാരണം ഇക്കഴിഞ്ഞ ദിവസം 2.5 മാസക്കാലയളവിൽ SITയുടെ അന്വേഷണത്തിന്റെ ഒടുവിൽ അവസാന ലാപ്പിൽ അവർ എത്തി നിൽക്കുന്നതാണ് ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഡി മണി. മാത്രമല്ല, ഈ ഡി മണി ഡയമണ്ട് മണി മാത്രമല്ല, ദാവൂദ് മണിയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വിദേശ വ്യവസായി കഴിഞ്ഞ ദിവസം നൽകിയ പുതിയ മൊഴിയിൽ, അദ്ദേഹത്തിന്റെ അപ്ഡേറ്റഡ് മൊഴിയിലടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു രാജ്യാന്തര അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് അതടക്കം സംശയിക്കാവുന്ന ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ SITക്ക് കിട്ടിയിട്ടുണ്ടെന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് നിർണായകമാണ്. ഇന്ന് നമ്മൾ ഇതുവരെ കേട്ട പേരുകൾ, അത് ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഡി മണി, അതേപോലെ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ദിവസമാണ്. നോട്ടീസ് അവർക്ക് നേരത്തെ SIT നൽകിയിട്ടുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഇവർ 3 പേരും ഇന്ന് ഹാജരാകും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ SIT പങ്കുവയ്ക്കുന്നുണ്ട്. 10 മണിക്കോ 10:30ക്കോ അവർ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. നേരത്തെ ഇവരെ ദിണ്ടിഗലിലെത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെന്നൈയിലും വിരുദ്ധനഗറിലടക്കം പലതരത്തിലുള്ള പരിശോധനകളും അതേപോലെ ചോദ്യം ചെയ്യലുമൊക്കെ SIT നടത്തിയിരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഡി മണിയുടെ സഹായികളെന്ന് SIT വിലയിരുത്തുന്ന ശ്രീകൃഷ്ണൻ, അതേപോലെ തന്നെ ബാലമുരുകൻ എന്നിവരുടെ മൊബൈൽ നമ്പറുകൾ, എന്നിവരുടെ പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഡി മണി ഉപയോഗിച്ചിട്ടുണ്ട്. ഡി മണി നേരത്തെ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിയുന്നതാണ് എന്നുള്ളതാണ് SITയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. മാത്രവുമല്ല, നേരത്തെ ഈ വിദേശ വ്യവസായിയുടെ അപ്ഡേറ്റഡ് മൊഴിയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ശബരിമലയുടെ അടക്കം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും വിലപിടിപ്പുള്ള കാര്യങ്ങൾ, സാധനങ്ങൾ, അത് ഇവർ കടൽ കടത്തി എന്നുള്ള ഒരു മൊഴി നൽകിയിട്ടുണ്ട്. ഈ പുരാവസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇയാളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇക്കാര്യങ്ങൾ ചിലത് ഇയാൾ തന്നെ പറഞ്ഞു എന്നൊക്കെ വിദേശ വ്യവസായി മൊഴിയായി നൽകിയിട്ടുണ്ട്. ഏതായാലും അതടക്കം നിർണായകമാണ്. വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. 2020 ഒക്ടോബർ 26-ന് ഡി മണി തിരുവനന്തപുരത്ത് എത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണത്തിനുള്ള ശ്രമം അത് അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇന്ന് 10:30-ക്കായിരിക്കും ഒരുപക്ഷെ ഇവരെല്ലാം ഈ SITയുടെ മുൻപിലേക്ക് എത്തുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട നീക്കവും അന്വേഷണ സംഘം ഇന്നലെ നടത്തിയിരുന്നു. ഈ കേസിൽ ഈ ഡി മണിയൊക്കെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്ഷൻ പോയിന്റ് ആയിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതേപോലെ ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ഇന്നലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഒരേ സമയം ഈ ഡി മണി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യലും മറ്റുള്ള ഈ പങ്കജ് ഭണ്ഡാരിയെയും അതേപോലെ ഗോവർദ്ധനെയും ചോദ്യം ചെയ്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.